ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി സ്റ്റോറി കേട്ടോ. അതായത് അലീന ആരാണെന്ന് നമ്മൾ ബാലചന്ദ്രമേനോന് ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അത് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, അത് കാണാത്തവരുണ്ടെങ്കിൽ. അതുപോലെ അലീന ആരാണെന്നുള്ളത് മനുവും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മനുവിനെ ബാലചന്ദ്രനാണ് അറിയിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ നിലവിൽ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അത് അറിയാനായിട്ട് പോകുന്നത് മുത്തശ്ശി കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയെ സത്യം അറിയിക്കുന്നത് വേറെ ആരുമല്ല കേട്ടോ. മുത്തശ്ശി അറിയാൻ പോവാണ് വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് അറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ ബാലചന്ദ്രനാണ് ഈ കാര്യം മുത്തശ്ശിയെ അറിയിക്കുന്നത്. ബാലചന്ദ്രൻ അത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞു കേട്ടോ. പിന്നെ ബാലചന്ദ്രൻ അറിയുന്നത് നോവലിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കുട്ടി അലീനയ്ക്ക് അയക്കുന്ന കത്തിലൂടെയാണ് കേട്ടോ ബാലചന്ദ്രൻ അറിയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ സീരിയലിൽ അറിയാനായിട്ട് പോകുന്നത് ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെയൊക്കെ ആയിരിക്കാനാണ് സാധ്യതയുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ബാലചന്ദ്രൻ അറിയുന്ന ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്തത് നോവലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഇനി മുത്തശ്ശിയാണ് അത് അറിയാൻ പോകുന്നത് കേട്ടോ. അതുപോലെ മനുവിനെ ബാലചന്ദ്രൻ ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി മുത്തശ്ശിയാണ് അത് അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. ബാലചന്ദ്രൻ ഇത് ആദ്യം അറിഞ്ഞ സമയത്ത് ബാലചന്ദ്രന് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഡെസ്പായി പോയിട്ടുണ്ടായിരുന്നു. ആകെ എന്താ പറയുക, തകർന്നു പോയ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ബാലചന്ദ്രൻ. താൻ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, ഒരാളുമായിട്ട് എന്താ പറയുക പ്രണയത്തിലാവുകയും അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്ത ഒരു പെണ്ണിനെയാണ് എനിക്ക് തന്നത്. വെറുതെ അല്ല, ഒരു വീട്ടുവേലക്കാരൻ്റെ മകന് ആ വീട്ടിലെ ഒരു കാര്യസ്ഥനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വീട്ടിലെ ഒരു ആശ്രിതനാണ് ബാലചന്ദ്രൻ്റെ അച്ഛനെന്ന് മുത്തശ്ശി അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആശ്രിതൻ്റെ മകന് ആ വലിയ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയൊരു ചതി പിന്നിലുള്ളത് കൊണ്ടാണല്ലേ. അവളൊന്ന് പ്രസവിച്ചത് കൊണ്ടാണ് വൈജയന്തി എനിക്ക് വിവാഹം കഴിച്ച് തന്നത്. അപ്പോൾ അവളൊന്ന് പ്രസവിച്ചതാണ് വിവാഹത്തിന് മുൻപേ, എന്നെ ചതിക്കുകയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തപ്പോൾ ബാലചന്ദ്രൻ ആകെ വിഷമം കൂടുക കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നീട് അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ അറിയുന്നത്. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ കേട്ടോ തോന്നിയത്. വൈജയന്തിയോട് മാത്രമല്ല, തൻ്റെ ജീവിതത്തോട് കൂടിയിട്ട് അങ്ങനെ തോന്നി കേട്ടോ. അപ്പം തൻ്റെ ജീവിതം ഈ വയസ്സാം കാലത്ത് മനസ്സമാധാനം തകർക്കാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവള് കടന്നു വന്നത് എന്നിങ്ങനെ തോന്നുക കേട്ടോ ബാലചന്ദ്രന്. പക്ഷെ ഇതൊന്നും അറിയാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേനെ. ഈ അലീന വന്നതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അലീന വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും അറിയാതെ ഞാൻ ഇവിടുന്ന് മരിച്ചു പോയേനെ. ഇവരൊക്കെ ദേഷ്യപ്പെടുമെങ്കിലും ഒച്ച വെക്കെങ്കിലും വൈജയന്തിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ബാലചന്ദ്രനെ. കാരണം ഒരിക്കലും സ്വപ്നം കാണാത്തൊരു ബന്ധമാണ് ബാലചന്ദ്രന് കിട്ടിയത്. കാരണം അത്രയും ഒരു ദരിദ്ര ഫാമിലിയിലായിരുന്നു ബാലചന്ദ്രൻ. വൈജയന്തിയെ വിവാഹം കഴിക്കുന്നത് ഒരു വലിയ വീട്ടിൽ നിന്നാണല്ലോ. പക്ഷെ അതിൻ്റെ പുറകിൽ ഇങ്ങനെയൊരു കഥയുള്ളതൊന്നും അറിയില്ല. അങ്ങനെ എന്താണെങ്കിലും തനിക്ക് തൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് അങ്ങനെ ബാലചന്ദ്രന് മനസ്സിലാവുകയാണ്. ചതിച്ചുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് മനസ്സിലാവുക കേട്ടോ. ഇതിൻ്റെ ഒക്കെ പുറകിൽ കളിച്ചത് കുഞ്ഞിരാമൻ മേനോനാണ്, അയാളാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യമൊക്കെ വരികയാണ്. എന്താണെങ്കിലും വൈജയന്തിയോട് ആ സമയത്ത് വല്ലാത്തൊരു വെറുപ്പൊക്കെ തോന്നുക കേട്ടോ. അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുക കേട്ടോ. പക്ഷെ അലീനയോടും ദേഷ്യം തോന്നുന്നുണ്ട്. അലീന അവളുടെ മകളാണല്ലോ എന്നുള്ളതിലിട്ടാ. പിന്നീട് ചിന്തിക്കുന്നുണ്ട്, അവൾ എന്ത് തെറ്റാ ചെയ്തത്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അലീന അവരുടെ വയറ്റിൽ വന്ന് ജനിച്ചു, ഇതിലൊക്കെ ഒരു തെറ്റിൻ്റെ പങ്കാളിയായി എന്നുള്ളതല്ലോ. അതായത് തെറ്റിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു ആളല്ലേ അലീന. അതുകൊണ്ട് അവളോട് ഇനി ദേഷ്യം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താണെങ്കിലും താൻ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസം ബാലചന്ദ്രൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് കെട്ടിക്കിടക്കണം. പക്ഷെ അതൊരിക്കലും പറയുന്നില്ല കേട്ടോ, ആരോടും പറയുന്നൊന്നുമില്ല. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കുക കേട്ടോ. അലീനയെ ചോദ്യം ചെയ്യാണ്. എല്ലാ സത്യാവസ്ഥകളും അറിഞ്ഞു വെച്ചിട്ട് അലീനയെ ചോദ്യം ചെയ്യുക കേട്ടോ. അങ്ങനെ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്, നീ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വന്നാലേ സത്യം പറ, ഇതിൻ്റെ പിറകിൽ ആരാണ് എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഇതൊന്നും വിശ്വസിക്കാതെയാണ് ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അലീന സമ്മതിക്കുന്നുണ്ട്. അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ വൈജയന്തിയുടെ മകളാണോ, എന്താണ് ഇതിൻ്റെ പുറകിലെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ബാലൻ വിടുന്നില്ല കേട്ടോ.
അങ്ങനെ അവസാനം അലീന എല്ലാം സമ്മതിക്കുകയാണ്. മുത്തശ്ശൻ അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, ബ്രിജിത്ത മമ്മി എന്നോട് പറയുന്നത് അവരുടെ മകളുടെ മകളാണ് നീ എന്ന് പറയുന്നത് എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പം കുഞ്ഞിരാമൻ മേനോനാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ അവളോട് ആദ്യമൊക്കെ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് അലീനയെ വിളിച്ചിട്ട് സോറി പറയട്ടോ, സോറി, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം നീ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തത് മുഴുവൻ വൈജയും അതുപോലെ അവളുടെ വീട്ടുകാരും അല്ലേ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് സോറി പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, സാർ എന്നോട് സോറി ഒന്നും പറയണ്ട, എന്താ പറയുക, സാറിൻ്റെ കുടുംബം തകർക്കാനൊന്നും അധികാരം പിടിച്ചു പറ്റാനൊന്നും വന്നതല്ല ഞാൻ. എവിടെയും പോകാൻ ഒരു സ്ഥലമില്ലാതായപ്പോൾ മുത്തശ്ശൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് എന്നെ ഒരു സെർവൻറ്റിൻ്റെ വേഷത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ മമ്മിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ കാരണം ഒരിക്കലും ആ കുടുംബം തകർക്കില്ല എന്ന്, ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല എന്ന്. പക്ഷേ എന്താ പറയുക, ദൈവത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ എന്താണെങ്കിലും വൈജയന്തിയുടെ മകളാണെന്ന് എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിനൊരു സാഹചര്യം ദൈവം തന്നെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെയൊരു കത്തിലൂടെ എന്നൊക്കെ പറയാട്ടോ അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കുമ്പോൾ അവളൊന്ന് പ്രസവിച്ചതാണെന്ന് അവൾക്കറിയാം. എന്നിട്ടാണ് അവൾ ഇവിടെ വന്നിട്ട് എന്നെ ഭരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ അലീനയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം അമ്മ വിവാഹത്തിന് മുൻപൊന്ന് പ്രസവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയല്ലേ. അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി ഞാൻ വളരെ നല്ലൊരു ഭർത്താവായിട്ട് തന്നെ അവളുടെ മുന്നിൽ ഞാനും അഭിനയിക്കാൻ പോവാണ്. കുറച്ചൊക്കെ ഒന്ന് മാറി ക്യാരക്ടർ മാറ്റി പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ വേറൊരാളായിട്ട് ഇങ്ങനെ നിൽക്കാന്നുള്ള രീതിയിൽ പറയാട്ടോ അലീനയോട്. അപ്പം ബാലചന്ദ്രൻ പിന്നെ പറയുന്നുണ്ട്, ഞാനിത് അറിഞ്ഞ കാര്യം നീ ഇപ്പോൾ ആരോടും പറയാനൊന്നും നിൽക്കരുത് എന്ന് പറയാം. അതുപോലെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, സാർ ഇത് ആരോടും പറയരുത്, എന്നോട് ക്ഷമിക്കാൻ കഴിയെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കണം അച്ഛാന്ന് പറയട്ടോ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇപ്പം എന്നെ വിളിച്ചത് അച്ഛാന്നോ? അയ്യോ സോറി സാർ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാന്ന് പറയുമ്പോൾ സാരമില്ല, ഇനി അങ്ങനെ തന്നെ വിളിക്കണം. വൈജയുടെ മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ തന്നെയാണ്, ഞാനിവിടെ ആരോടും പറയുന്നില്ല, നിനക്ക് എന്നെ അച്ഛ എന്ന് തന്നെ വിളിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, ഞാനത് അറിയാതെ വിളിച്ചതാണ്, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറയാട്ടോ. അതൊന്നും നീ കാര്യമാക്കണ്ട, നീ എന്നെ അച്ഛാന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയാണ് ബാലചന്ദ്രൻ. പക്ഷെ ആരുമില്ലാത്ത സമയത്താണെങ്കിലും നിനക്ക് വിളിക്കാലോ, നമ്മൾ മാത്രമുള്ള സമയത്താണെങ്കിലും വിളിക്കാലോ എന്നൊക്കെ പറയണം. പിന്നീട് ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് ശിവശങ്കരമേനോൻ്റെ അടുത്തേക്ക് കേട്ടോ. ആ സമയത്ത് ശിവൻ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അയാളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ചോദിക്കുക കേട്ടോ. അയാളുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് ചോദിക്കുന്നത്, എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്, ഒരു സത്യം അറിയണമെന്നുണ്ട്. എന്താ ബാല എന്ന് ചോദിക്കുക കേട്ടോ. അതായത് വൈജയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. നീ എന്താ ബാല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കാൻ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. എന്നോട് കള്ളം പറയരുത് ശിവേട്ട, കാരണം ശിവേട്ടൻ എല്ലാ സത്യങ്ങളും അറിയാം. വൈജയ്ക്ക് വിവാഹത്തിന് മുൻപ് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നും അവർ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നും അതിലൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്നും ശിവേട്ടൻ അറിയാം. എന്നോട് കള്ളം പറയരുത് എന്ന് പറയാട്ടോ. ശിവേട്ടനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കണം, ബാലൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ കേട്ടോ. എന്താ ബാല നീ പറയുന്നത്? വൈജ വേറൊരു ആളെ പ്രേമിച്ചിരുന്നു, അയാളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നു എന്നോ? എൻ്റെ ശിവേട്ട, എന്നോട് ഒളിക്കാൻ നിൽക്കേണ്ട, എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്തിനാണ് ഒരു വേലക്കാരൻ്റെ മകനായ എൻ്റെ മേലിൽ അവളെ കെട്ടിവെച്ചത്? എന്നെ ചതിക്കുകയായിരുന്നില്ലേ ചെയ്തത്? അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ. ദേഷ്യപ്പെടുകയാണ്. എൻ്റെ ബാലചന്ദ്ര, എനിക്കൊന്നും അറിയത്തില്ല, നീ എന്തൊക്കെയാണ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവേട്ടൻ വെറുതെ ഉരുണ്ട് കളിക്കണ്ട, ശിവേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം. അച്ഛനല്ലേ ഇതിൻ്റെയൊക്കെ പുറകിൽ, ഇവിടുന്ന് മരിച്ചു പോയല്ലോ കുഞ്ഞിരാമൻ മേനോന്, മൂപ്പരുടെ എല്ലാ കുബുദ്ധിയായിരിക്കും ഇതൊക്കെ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ ബാലചന്ദ്ര, ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയത്തില്ല, ഞാനും അന്ന് ചെറുപ്പല്ലേ, ഞാനും അന്ന് ചെറുതാണ്, അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഗംഗാധരേട്ടനും അച്ഛനും ഒക്കെ കൂടിയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്ക് അറിയത്തില്ല. കുറേ നാൾ വൈജയെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു, അതും ഇങ്ങനെ എന്തോ ഒരു പ്രണയത്തിൻ്റെ കേസ് ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല
എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക കേട്ടോ. പക്ഷേ ശിവശങ്കര മേനോനെ എല്ലാം അറിയാം, ഒന്നും അറിയാത്തതായിട്ട് അഭിനയിക്കുക കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള കള്ളത്തരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ മുത്തശ്ശി അലീനയും കൂടെ റൂമിലിരിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പം റൂമിലേക്ക് ചെല്ലുമ്പോൾ അലീന ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. എന്താ സാർ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാർ എന്ന് വിളിക്കേണ്ട, അച്ഛാന്ന് വിളിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ ബാലചന്ദ്രനോട്. ബാലചന്ദ്രൻ അലീനയോട് സോറി ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധം അവിടെ വർക്കൗട്ട് ആവുക കേട്ടോ. പക്ഷേ മുത്തശ്ശിനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഇവർ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാനും മാത്രം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയിലും ഈ വൈജ ഇങ്ങനെ ഓരോ വിഷയം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബാലചന്ദ്രനെ ഒന്ന് സൂക്ഷിക്കണം, ഇടയ്ക്ക് വരുമ്പോൾ അവളോടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അലീനയെ പറ്റി യാതൊരു സംശയവും മുത്തശ്ശിക്കില്ല, അതുപോലെ ബാലനെ പറ്റിയും ഇല്ല. പക്ഷേ വൈജ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടപ്പുണ്ട് അത്രമാത്രം. പക്ഷേ ഇവരുടെ ഈ സ്നേഹപ്രകടനം കാണുമ്പോഴൊക്കെ വൈജയ്ക്ക് ദേഷ്യമാണ് കേട്ടോ വരുന്നത്. ഇവരെന്തോ ഒരു അവിഹിതം ഉള്ളതുപോലെയാണ് വൈജയുടെ പെരുമാറ്റം. അങ്ങനെ പിന്നീട് ഒരിക്കലും മുത്തശ്ശി ബാലചന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വൈജ ഏത് സമയവും വന്നിട്ട് പറയും നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ബന്ധം എന്നുള്ള രീതിയിലൊക്കെ വൈജ പറയുമെന്നൊക്കെ മുത്തശ്ശി ബാലചന്ദ്രനോട് പറയട്ടോ. അലീന നിൽക്കുന്നുണ്ട് അവിടെ. ആ സമയത്ത് അലീനയ്ക്കൊരു വല്ലാതെ തോന്നട്ടോ. മുത്തശ്ശി എന്തായി പറയുന്നത്, ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണ് കാണുന്നതെന്ന് പറയട്ടോ. അതെനിക്കറിയാം മോളെ, അവൾക്കറിയില്ലല്ലോ, അവളുടെ ഒരു ദുഷ്ടമനസ്സിൽ ഓരോന്ന് തോന്നുന്നതല്ലേ എന്നൊക്കെ പറയണം. അമ്മ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്, ഇവൾ ആരാണെന്ന് അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. ഇവൾ ആരാ, ഇവൾ അവിടെ നിന്ന് ഓർഫനേജിൽ നിന്ന് വന്ന ഒരു സെർവൻ്റല്ലേ, ഒരു ഹോം നേഴ്സായിട്ട്. അത് മാത്രമൊന്നുമല്ല, അവൾ ഇവിടെ വെറുതെ വന്നതൊന്നുമല്ല, അവളെ ഇവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് അമ്മയുടെ ഭർത്താവ് എന്ന് പറയട്ടോ ബാലചന്ദ്രൻ. എന്താ നീ പറയുന്നത്, കുഞ്ഞിരാമേട്ടൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? കുഞ്ഞിരാമൻ മേനോനെ ആ തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ഓർഫനേജിൽ തന്നെ പോയിട്ട് ഒരു സെർവൻറ്റിനെ ഹോം നേഴ്സായിട്ട് കൊണ്ടുവന്നത് വെറുതെ ഒന്നുമല്ല. അവളെ അതിനുള്ള അവകാശവും അധികാരവും ഉള്ള സ്ഥലത്താണ് അവളെ കൊണ്ടുവന്നിട്ടുള്ളത്. നീ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ്. അതേ അമ്മേ, അമ്മയുടെ കൊച്ചുമോളാണ് ഇവൾ എന്ന് പറയട്ടോ. ബാല നീ എന്ന് പറയട്ടോ. അമ്മ എന്നോട് ഒന്നും ഒളിക്കണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മയൊക്കെ എന്നോട് ചെയ്ത ചതിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം. ഇപ്പം എന്തായാലും ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, അലീന അമ്മയുടെ കൊച്ചുമോളാണ്. ബാക്കി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അമ്മ തന്നെ ഒന്ന് ഊഹിച്ച് നോക്കൂ. അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും അമ്മ മറന്നു പോയിട്ടില്ലല്ലോ, വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അമ്മ മറന്നു പോയിട്ടില്ലല്ലോ. അമ്മ അതൊക്കെ ഓർത്ത് നോക്ക്, അപ്പോൾ അമ്മയ്ക്കുള്ള ഉത്തരം കിട്ടും. അപ്പോൾ അമ്മ അതൊക്കെ കിട്ടിയതിന് ശേഷം അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കാൻ വരാം. ഇപ്പം ഞാൻ സംസാരിക്കാൻ നിന്നാലേ ചിലപ്പോൾ കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞു പോകും. അമ്മ എന്താണെങ്കിലും ഇവളോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്ക്, ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പോയതിന് ശേഷം അലീനയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കട്ടോ മുത്തശ്ശി. എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് അലീന. എന്താ മോളെ അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മുത്തശ്ശി അത് എന്ന് പറയട്ടോ. അപ്പോൾ നിന്നെ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അതേ മുത്തശ്ശി, എന്നെ വെറുതെ കൂട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല. എന്നെ മുത്തശ്ശൻ പേരക്കുട്ടിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്, കൊച്ചുമകളായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഹോം നേഴ്സ് എന്ന് പറഞ്ഞത്. അത് മോളെ അങ്ങനെ വരുമ്പോൾ നീ എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പറയാട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതെ അമ്മയുടെ മോളാണ് ഞാൻ, മുത്തശ്ശിയുടെ മകളുടെ മകളാണ് ഞാൻ എന്ന് പറയാട്ടോ. അപ്പം മുത്തശ്ശി ആകെ ഞെട്ടിത്തരിച്ച് പോവുകയാണേ. അപ്പോൾ എന്തായി കേട്ടത് എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് പോവുകയാണ്. മുത്തശ്ശിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ബാലചന്ദ്രനാണെങ്കിൽ ഇവിടെ നിന്ന് ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത ഒരു അങ്കലാപ്പിലാണ് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ അലീന കൊച്ചുമകളാണെന്ന് അറിഞ്ഞതിൽ. പക്ഷേ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മുത്തശ്ശിക്ക് ഭയമാണ്. ഇനി എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ബാലചന്ദ്രൻ്റെ സമീപനം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമവും സങ്കടവും പേടിയൊക്കെ കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അലീന കൊച്ചുമകളാണ് എന്നുള്ള വിവരം മുത്തശ്ശി അങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്. ഇനി ബാലചന്ദ്രനും മുത്തശ്ശിയൊക്കെയായിട്ടുള്ള സംസാരങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാം കേട്ടോ.
അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്കമിങ് എപ്പിസോഡ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഡെയിലി ഓരോ അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി പറഞ്ഞിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എങ്കിലാണ് നമുക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.